വേദിയിലിരിക്കുന്ന അസബാഹിൻ്റെ എല്ലാമല്ലവുമായ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജരുമായ ബി മുഹമ്മദ് ഉണ്ണി ഹാജി അവർകൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മുഹമ്മദ് കോയ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ റഹ്മാൻ സാർ, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് കുഞ്ഞു സാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അസബാഹിൻ്റെ സാരഥികളായ മുജീബ് സാർ, ഹമീദ് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന മുൻ MEM പ്രിൻസിപ്പലായ അബ്ദുൾ ജബ്ബാർ സാർ, ഹസൻ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന അസബാഹിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. 50 കൊല്ലത്തിന് മുമ്പ് ചിലർ വന്നു, അവർ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന രീതിയിൽ ഒരു സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ആ 50 വർഷത്തിന് ശേഷം അവർ രൂപം കൊടുത്ത ട്രസ്റ്റിൻ്റെ കീഴിൽ, അസബ അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ, അതിലെ ഒരു സ്ഥാപനമായ അസബ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഈ സമൂഹത്തിലെ ഈ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും വളരെ അർപ്പണ ബോധത്തോടു കൂടിയാണ് നമ്മുടെ ഈ ട്രസ്റ്റ് ഭാരവാഹികൾ അവരുടെ ഓരോ സ്ഥാപനത്തിലും ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മളൊക്കെ റേഡിയോ കണ്ടു വളർന്നു, അതിനുശേഷം ടെലിവിഷനായി, അതിനുശേഷം ഫോണുകളായി, ഇപ്പോൾ AI എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനും മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് അസബ അസോസിയേഷൻ ട്രസ്റ്റ്. അവർ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ സമൂഹത്തിലെ മികച്ച സേവനമാണ് ചെയ്യുന്നത്. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല, കാരണം സമയം വൈകി. നമ്മുടെ മുഖ്യ പ്രഭാഷകൻ നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റി നല്ല ഒരു പ്രഭാഷണം നടത്തും. നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാം. ഞാൻ ഈ ട്രസ്റ്റിൻ്റെ സാരഥികളെയും അതുപോലെ തന്നെ ഈ അസബഹായിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ 50ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ മംഗള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.